കഴിഞ്ഞ ദിവസം റിലീസായ ഒരു സിനിമയെക്കുറിച്ച് ഉള്ള റിവ്യൂ ആണിത്. എൻ്റെ ഫേവറേറ്റ് നടനാണ്, മലയാളികൾക്ക് മിക്കവർക്കും അറിയാവുന്നതാണ്. ഈച്ച എന്ന ഒരൊറ്റ മൂവി മതി ആ നടനെ നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട്. നാനിയുടെ ഏറ്റവും പുതിയ സിനിമയാണ് ഹിറ്റ് 3. തിയേറ്ററിൽ ഞാനൊരു നൈറ്റ് ഷോയ്ക്കാണ് പോണത്. അപ്പോൾ നൈറ്റിൽ തിയേറ്റർ ഫുള്ള് നിറച്ച ആൾക്കാരായിരുന്നു. നാനിയുടെ ആ ഒരു ഇൻട്രോ സീനിലൊക്കെ തിയേറ്ററിൽ എഴുന്നേറ്റ് ഇന്ന് കൈയടിക്കുകയായിരുന്നു. ഒരു പോലീസ് പക്ക പോലീസ് ഓഫീസർ, അത് പുള്ളിയുടെ ആയിട്ടുള്ള വേ ഓഫ് സ്റ്റൈലുള്ള ഒരു പോലീസ് ഓഫീസർ. കയ്യിൽ വലിയൊരു ലാത്തി ഉണ്ടാവും. പിന്നെ പുള്ളിയുടെ ഡയലോഗ് ഡെലിവറിയും പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സീനുകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗാംഭീര്യമുള്ളൊരു പോലീസുകാരനായിട്ട്. ഈ ഹിറ്റ് 1ഉം 2ഉം ഭയങ്കര ഹിറ്റായ സിനിമകളാണ്. അത് രണ്ടിലും അഭിനയിച്ചേക്കുന്ന നടന്മാരും അവരുടെ അസാധ്യ പെർഫോമൻസ് കാഴ്ചവെച്ചാണ്. ഹിറ്റ് 2 ക്ലൈമാക്സിലാണ് നാനിയുടെ ഒരു എൻട്രി ഉണ്ട്. കണ്ടവർക്കറിയാം നാനി വന്നു പോകുന്നുണ്ട്. അപ്പോൾ ഹിറ്റ് 3-ല് നാനിയാണ് നായകനായിട്ട് വരുന്നത്. നാനിയുടെ അഴിഞ്ഞാട്ടം, അതായത് നമ്മൾക്ക് ഒരു ത്രില്ലർ എക്സ്പീരിയൻസ് വേണമെന്നുണ്ട്, തിയേറ്ററിൽ അത് പോയാൽ കിട്ടുമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോയി കാണാൻ പറ്റിയൊരു സിനിമയാണ് ഹിറ്റ് 3 എന്നുള്ളത്. ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാലാണെങ്കിലും അടിപൊളിയാണ്. പിന്നെ ഇതിലുള്ളൊരു കാര്യം, ഫാമിലി ആയിട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കേസ്, ഭയങ്കര വയലൻസ് ആയിട്ടുള്ള സീനുണ്ട്. ഇപ്പൊ മാർക്കോയിലൊക്കെ ഇറങ്ങിയ സമയത്ത് മലയാളികൾ ഭയങ്കരമായിട്ട് പറയുന്നത് ഭയങ്കര വയലൻസ് ആണ്, ഒരു രക്ഷയില്ല എന്നൊക്കെ പറയുന്ന സീനുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് മാർക്കോയെക്കാളും കൂടുതലായിട്ട് ഒരു വയലൻസ് ഫീൽ ചെയ്തത് ഈ ഫിലിമിലാണ്. കാരണം മാർക്കോ ഭയങ്കര വയലൻസ് ഉണ്ടെങ്കിലും ഹിറ്റ് 3യുടെ ഒരു പ്രത്യേകത വളരെ പക്ക ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഒരു തല വെട്ടുന്നതാണെങ്കിൽ അല്ലാതെ ഒരു സീനുണ്ട് കേട്ടോ. അതായത് വാളെടുത്ത് വെട്ടുമ്പോൾ അതിന്റെ ബ്ലഡ് തെറിക്കുന്നുണ്ട്. ആ ബോഡി കാണിക്കുന്നു, പക്ഷെ ബ്ലഡ് തെറിക്കുന്ന സീനിൽ തന്നെ നമുക്കൊരു ഒരു ഞെട്ടുന്നൊരു ഫീൽ അവിടെ വരും. അപ്പൊ അത് പക്ക ക്ലാരിറ്റിയിൽ ഇത് കാണിച്ചു പോയിട്ടുണ്ട്. ഭയങ്കര ദേഷ്യമുള്ള, പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു പോലീസ് ഓഫീസറായിട്ടാണ് ഞാൻ അതിൽ വരുന്നത്. ഫസ്റ്റ് ഹാഫ് ഒക്കെ ഒരു എബോ ആവറേജ്, കൊള്ളാം, നല്ല പടം എന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങുന്ന ഒരു ഫിലിമാണ്. മലയാള ഡബ് വേർഷനാണ് കണ്ടത്. പക്ക ഡബിങ് ആണ്, മലയാളം പക്കായിട്ട് പോയിട്ടുണ്ട്. നമ്മുടെ സൗന്ദര്യകനിയാണ് നാനിയുടെ അച്ഛനായിട്ട് വന്നേക്കുന്നത്. ഇവര് തമ്മിലുള്ള കോംബോ സീനുകളുണ്ട്, കുറെ കൗണ്ടറൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. അച്ഛൻ്റെ ആയിട്ടുള്ള കുറെ വൈബുകൾ, അച്ഛൻ മകൻ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ നല്ല രസമുണ്ട്. ഡയലോഗൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റിയ ഡയലോഗൊന്നുമല്ല, പക്ഷെ നല്ല രസമാണ്. നായിക നമ്മുടെ KGF-ലെ നായികയാണ്. അപ്പം ആ നായികയാണെങ്കിലും പുള്ളിക്കാരി റൊമാൻറ്റിക് ആയിട്ടുള്ള കുറെ സീനുകളൊക്കെ കുറച്ച് ക്രിഞ്ചാണ്, എന്നാലും രസമാണ്, കണ്ടിരിക്കാനുള്ള സംഭവമുണ്ട്. വളരെ നല്ല ത്രില്ലർ അടിച്ചിങ്ങനെ പൊക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് ചിലപ്പോൾ റൊമാൻറ്റിക് വരുമ്പോഴത്തേക്ക് നമുക്കത് ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഓപ്ഷൻസ് പോലും വരാറുണ്ട്. പക്ഷെ അവർ രണ്ടുള്ള ജോഡിയൊക്കെ കൊള്ളായിരുന്നു. സെക്കൻഡ് ഹാഫിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പടം പിന്നെ തീയാണ്, ഒരു രക്ഷയില്ല. എന്താ പറയാ, സ്റ്റണ്ട് കൊറിയോഗ്രാഫ് ആണെങ്കിലും ലൊക്കേഷൻസ് ആണെങ്കിലും അതിന് BGMs ആണെങ്കിലും എല്ലാം ഒന്നിനൊന്നിനും വെച്ച് പല ട്വിസ്റ്റുകളുണ്ട്. അതുപോലെ തന്നെ ഒരു കേസ് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതുണ്ട്. പിന്നെ ഫ്ലാഷ് ബാക്കുള്ള സ്റ്റോറി പോകുന്നുണ്ട്. ഡാർക്ക് വെബിനെ കുറിച്ചൊക്കെയുള്ള കുറെ സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അപ്പൊ അതിന്റെയൊക്കെ ഒരു പ്ലോട്ട് ഇതിലും ഓൾറെഡി വരുന്നുണ്ട്. ഈ ക്ലൈമാക്സിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് ചോര വെച്ചുള്ള കളിയാണ്. അപ്പം അതൊക്കെ കാണാനുള്ളൊരു മനക്കെട്ടിയുള്ളവർ കാണുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. പക്ഷെ മിസ് ചെയ്യാതെ പോയി കണ്ടൊരു സിനിമ എന്നൊരു ധൈര്യമായിട്ട് പറയാൻ പറ്റും. ക്ലൈമാക്സിന്റെ അവസാനത്തെ ഒരു അരമണിക്കൂർ വെട്ടും വെടിവെപ്പും സംഭവങ്ങൾ തന്നെ ഉള്ളൂ. അതൊട്ടും ബോറടിപ്പിക്കാതെ തന്നെ ഓരോ സീക്വൻസിലും പടം ചെയ്തു വെച്ചിട്ടുണ്ട്. ക്ലൈമാക്സ് ആകുമ്പോഴത്തേക്ക് കുറെ ക്യാമിയോ എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ എനിക്കത് പേര് പറയാൻ ആരാന്ന് പറയാനും പറ്റത്തൊന്നുമില്ല. 1-2 പേര് വരുന്നുണ്ട്. ആ വരുന്ന സീനുകളിൽ ഭയങ്കര കയ്യടിയാണ്. കാരണം ആ മുഖങ്ങൾ ഭയങ്കര ഫെമിലിയർ, എക്സ്പെഷ്യലി ഹിറ്റ് കണ്ട ആൾക്കാർക്ക് ആ മുഖങ്ങൾ ഭയങ്കര ഫെമിലിയർ ആയിരിക്കും. അപ്പൊ ഇതെല്ലാം പടം എല്ലാം കഴിഞ്ഞ് ക്ലൈമാക്സ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ചെറിയൊരു സ്റ്റോറി പോകുന്നുണ്ട്. അവിടെയാണ് നമ്മള് ഞെട്ടിപ്പിക്കുന്ന ഒരു ക്യാരക്ടർ വരുന്നത്. അപ്പൊ ആ ക്യാരക്ടർ ഒരു ക്ലൂ പോലും എനിക്ക് തരാൻ പറ്റത്തില്ല, എനിക്ക് വിഷമമുണ്ട്. പക്ഷെ ക്ലൂ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്ന നിങ്ങളുടെ ആ ഒരു എന്താ പറയാ ഒരു രോമാഞ്ചിഫിക്കേഷൻ അവിടെ നഷ്ടപ്പെടും. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ആ ക്യാരക്ടർ, ആ ലാസ്റ്റ് വരുന്ന ക്യാരക്ടർ ഉറപ്പായിട്ട് നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കും. ആ പുള്ളിനെ ഒരു രീതിയിലും നമുക്ക് എടുത്ത് കമ്പയർ ചെയ്യാനോ അല്ലെ ഒരു ക്ലൂ തരാനൊന്നും പറ്റത്തില്ല. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു നടനാണ്. പക്ഷെ ആ ലാസ്റ്റ് സീനില് പുള്ളി വന്നിട്ടൊരു ചെറിയ സാധനമുള്ളൂ, പക്ഷെ അടിപൊളിയായിരിക്കും. കാരണം ഹിറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലൈമാക്സിന് ലാസ്റ്റ് വന്ന് ഹിറ്റൊക്കെ നോക്കി കഴിഞ്ഞാൽ ക്ലൈമാക്സിൽ വരുന്ന ഒരാളായിരിക്കും നെക്സ്റ്റ് ഫിലിമിന്റെ ഹീറോ എന്ന് പറയുന്നത്. അപ്പം
ഹിറ്റ് 4 അയാൾ വരും നമ്മളെ ഞെട്ടിക്കാനായിട്ട്. സോ ടോട്ടലി പറഞ്ഞ മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. തെലുങ്ക് പടം ഇഷ്ടമുള്ളവർ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പടം ഉറപ്പായിട്ട് ഇഷ്ടപ്പെടണം. ആരെങ്കിലും സിനിമ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. കാണാത്തവരുണ്ടെങ്കിൽ ഇത്ര തന്നെ പെട്ടെന്ന് തന്നെ തിയേറ്ററിൽ പോയി കാണുക. നിങ്ങൾക്ക് നല്ലൊരു അനുഭവമായിരിക്കും. അപ്പോൾ ബൈ, ജോ ബഡി.